ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഊട്ടി മല്ലൂസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങളുടെ ചെറിയ മോന് 1.5 വയസ്സിൻ്റെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഞങ്ങളോട് 10 മണിക്കാണ് വരാൻ പറഞ്ഞത്. ഇച്ചാനാണെങ്കിൽ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി വരാൻ പറ്റില്ല, ഇച്ചാന് കട തുറക്കണം. അതുകൊണ്ട് ഞാനും ഇച്ചൂട്ടനും കൂടിയാണ് വാക്സിനേഷൻ എടുക്കാൻ പോകുന്നത്. എബിക്കുട്ടനെ ആണെങ്കിൽ ഇച്ചാൻ കടയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ എണീറ്റു. ഇനി പണിയൊക്കെ ഒതുക്കിയിട്ട് പെട്ടെന്ന് തന്നെ പോകാൻ നോക്കട്ടെ. ഇച്ചുവിനാണെങ്കിൽ ഞങ്ങൾ ഗവൺമെൻറ്റിലാണ് വാക്സിനേഷൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഡെറിക്കിന് എവിടെയാണ് എടുക്കുന്നതെന്ന്. നേരത്തെ തൊട്ട് ഞങ്ങൾ അവന് പ്രൈവറ്റിലാണ് എടുത്തുകൊണ്ടിരുന്നത്. എവിടെയാണ് ഗവൺമെൻറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രൈവറ്റിലായിരുന്നു അവന് ഫുള്ള് വാക്സിനേഷൻ എടുത്തത്. എൻ്റെ സെക്കൻഡ് ഡെലിവറി ടൈമിൽ 7-ാം മാസം വരെ ഇവിടെ തന്നെയായിരുന്നു, പ്രൈവറ്റിലായിരുന്നു ചെക്കപ്പും കാര്യങ്ങളും. 8-ാം മാസം ആയി കഴിഞ്ഞപ്പോഴാണ് ഞാനാണെങ്കിൽ നാട്ടിലേക്ക് പോയത്. ഞാൻ ഇത്രയും പറയാൻ കാരണം, തമിഴ്നാട്ടിലാണെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നതെങ്കിലും ഗവൺമെൻറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അവിടെ നിന്ന് നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ ആണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കണം. അങ്ങനെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നാണെങ്കിൽ ഒരു ബുക്ക്ലെറ്റ് ഇഷ്യൂ ചെയ്യും. ആ ബുക്കാണെങ്കിൽ അമ്മയും കുഞ്ഞിനും ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ട ബുക്കാണ്. അങ്ങനെ വാക്സിനേഷൻ ചെയ്യുമ്പം ഈ ബുക്കാണ് അവിടെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അവിടെ എല്ലാ കാര്യവും അവർ എൻട്രി ചെയ്യും. അങ്ങനെയാണ് ഇച്ചൂട്ടിനാണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ വാക്സിനേഷൻ എടുക്കാൻ പറ്റുന്നത്. എബിക്കുട്ടൻ്റെ സമയത്ത് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് എബിക്കുട്ടന് ഫുള്ളും ഞങ്ങൾ പ്രൈവറ്റിലാണ് എടുത്തത്. ഇവിടുത്തെ സിസ്റ്റർമാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. അതിൻ്റെ അർത്ഥം വേറെ എവിടെയും ഫ്രണ്ട്ലി അല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഇവിടെ ഞങ്ങളൊരു നേഴ്സിനെ പരിചയപ്പെട്ടു. അവരുടെ പേരാണ് കോകില നേഴ്സ്. അവരാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കുഞ്ഞിൻ്റെ കാര്യമോ വാക്സിനേഷൻ്റെ കാര്യം ചോദിച്ച് എപ്പോൾ ടെക്സ്റ്റ് ചെയ്താലോ കോൾ ചെയ്താലോ അപ്പം തന്നെ നേഴ്സ് റെസ്പോണ്ട് ചെയ്യും. എല്ലാ കാര്യവും നമുക്കാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. അവരാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഹോം ടൗണിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ 1.5 വയസ്സിൻ്റെ വാക്സിനേഷൻ എടുക്കുന്ന സമയത്തും ഞാൻ അവരെ തന്നെയാണ് കോൾ ചെയ്തിട്ട് എവിടെയാണ് പോയി വാക്സിനേഷൻ എടുക്കേണ്ടത് എല്ലാ കാര്യവും ഡീറ്റെയിൽസ് ഞാൻ ആ സിസ്റ്ററിനോട് തന്നെയാണ് ചോദിച്ചത്. ഒരാളാണെങ്കിൽ ഉറക്കത്തിൽ നിന്നിട്ട് ഡയറക്റ്റ് കിച്ചണിലേക്കാണ് വരുന്നത്. ഇച്ചായൻ്റെ അടുത്തേക്ക് കൂടെ പോയില്ല. അവനറിയാം ഞാൻ കിച്ചണിലാണ് ഉള്ളതെന്ന്. ഇച്ചായനും എബിക്കുട്ടനും ആണെങ്കിൽ ഞാൻ ടിഫിൻ പാക്ക് ചെയ്താണ് കൊടുത്തു വിടുന്നത്. ഇത്രയും രാവിലെ ഒന്നും എബിക്കുട്ടൻ ഇരുന്ന് കഴിക്കില്ല. ഇനി സ്കൂളിൽ പോകുമ്പം എന്താവോ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ എന്നറിയില്ല. ആണെങ്കിൽ ഞാൻ ഐസ് ആണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെയാണെങ്കിൽ വാക്സിനേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഐസ് വെച്ച് കൊടുക്കണം. എവിടെയാണ് വാക്സിനേഷൻ എടുത്തിരിക്കുന്നത് അവിടെയാണെങ്കിൽ ഐസ് വെച്ച് കൊടുക്കണം. ഓനാണെങ്കിൽ ഫസ്റ്റ് വാക്സിനേഷൻ നാട്ടിൽ വെച്ചാണ് എടുത്തത്. വാക്സിനേഷൻ എടുത്തപ്പോൾ അവിടെ തൊടാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇവിടെയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെയും തൊടാനൊന്നും പാടില്ല, പക്ഷെ ഐസ് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥലത്താണെങ്കിൽ ഓരോ രീതിയിലാണ്. അങ്ങനെ 8:30 ആയപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അങ്ങനെ ഞങ്ങളും റെഡിയായി. നിശ്ചയം രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കും. പിന്നെ ഹോസ്പിറ്റലിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ ഓട്ടോ പിടിച്ച് വരാനാണ് പ്ലാൻ. ഞങ്ങളപ്പം 9 മണിയായപ്പം അവിടെ എത്തി. ഞങ്ങളോട് 10 മണിക്കാണ് വരാൻ പറഞ്ഞത്. പക്ഷെ എന്തായാലും അവിടെ നേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇച്ചായനും എബിക്കുട്ടനും കൂടി കടയിൽ പോയി. ഞാനും ഇച്ചൂട്ടനും കൂടി ഇവിടെ വെയിറ്റ് ചെയ്യാണ് വാക്സിനേഷൻ എടുക്കാൻ. ഇച്ചൂട്ടനാണെങ്കിൽ ഇവിടെയൊക്കെ നടന്ന് ഓടിച്ചാടിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം അവനെ അറിയത്തില്ല ഇഞ്ചക്ഷൻ എടുക്കാനാണ് പോകുന്നതെന്ന്. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടിരുന്ന ആളുടെ മുഖം ആകെ ഡള്ളായി. അങ്ങനെ ഞങ്ങൾ വാക്സിനേഷനൊക്കെ എടുത്തിട്ട് ഇനിയും ഞങ്ങൾ ഓട്ടോ കയറിയിട്ട് ഇനിയും ഞങ്ങൾ വീട്ടിലേക്ക് ഡയറക്റ്റ്ലി പോവുകയാണ്. ഇച്ചൂട്ടന് വാക്സിനേഷൻ എടുത്തോണ്ടാന്ന് തോന്നുന്നു, അതിൻ്റെ സെഡേഷൻ കാരണം അവന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഓട്ടോയിൽ കയറിയപ്പോൾ തന്നെ അവൻ്റെ കണ്ണ് അടഞ്ഞു പോവുമായിരുന്നു. 10 മണിക്കാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞത്. പക്ഷെ 10:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ വാക്സിനേഷനൊക്കെ എടുത്ത് വീട്ടിലേക്ക് എത്താനാണെങ്കിൽ നേരത്തെ കടയിൽ പോകണം. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയോണ്ട് എല്ലാ പരിപാടിയും നേരത്തെ തന്നെ കഴിഞ്ഞു. ഞങ്ങൾ വാക്സിനേഷനൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നു ഗൈസ്. ഇച്ചൂട്ടൻ നല്ല ഉറക്കമാണ്. അപ്പം അവിടുന്ന് നമുക്ക് കുറച്ച് മരുന്നുകൾ തന്നിട്ടുണ്ട്, പാരസെറ്റമോള്. ചിലപ്പം ഇഞ്ചക്ഷൻ എടുക്കുമ്പം പനി വരാൻ ചാൻസ് ഉണ്ടല്ലോ. ഇതുവരെ അവന് ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പം പനിയൊന്നും വന്നില്ല. പക്ഷെ ഫസ്റ്റ് വാക്സിനേഷൻ എടുത്തപ്പം അവന് നല്ല പനിയായിരുന്നു. ഒരു സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ അവന് പനി അങ്ങനെയൊന്നും വന്നിട്ടില്ല. എന്തായാലും 1 ml പാരസെറ്റമോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വട്ടം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവനത് കൊടുക്കണം. പിന്നെ അവന് മൾട്ടി വിറ്റാമിൻ്റെ ഡ്രോപ്സ് തന്നിട്ടുണ്ട്. ഇതും ഡെയിലി ഒരു 5 ഡ്രോപ്സ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.
പിന്നാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു ഫോളിക് ആസിഡ് ഒരു വിറ്റമിൻ്റെ ടാബ്ലറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നോട് കഴിക്കാൻ പറഞ്ഞു. പിന്നെന്താണ്, അങ്ങനെ ഇനിയും അടുത്ത അപ്പോൾ ഇന്ന് അവന് വാക്സിനേഷന് രണ്ട് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഒരു ഡ്രോപ്സും ആയിരുന്നു. ഒരെണ്ണം കയ്യിലായിരുന്നു ഇഞ്ചക്ഷൻ, ഒരെണ്ണം കാലിലാണ്. അപ്പോൾ കാലിലുള്ളത് കുറച്ച് വേദന എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണെങ്കിൽ ഐസ് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അവന് അടുത്ത വാക്സിനേഷൻ 5 വയസ്സിനേ ഉള്ളൂ. ഇനി എബിക്കുട്ടന് അടുത്ത വാക്സിനേഷൻ ഉണ്ട്. 5 വയസ്സാവുമ്പോൾ അവന് അടുത്ത വാക്സിനേഷൻ ഉണ്ട്. അവനിപ്പോൾ അവനെയും കൊണ്ട് ഒരു ദിവസം പോകണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.